എല്ലാവർക്കും മനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പഴം നിറച്ചിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകും. അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്ത എണ്ണ സൺഫ്ലവർ ഓയിലാണ്. ഇതൊന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ മീഡിയം പാകത്തിലുള്ള നേന്ത്രപ്പായാണ് എടുത്തത്. ഇനി ഇത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നേന്ത്രപ്പായ എടുക്കുന്ന സമയത്ത് ഓവർ അലിഞ്ഞ രീതിയിലുള്ളതും അതുപോലെ തന്നെ തീരെ പാകാവാത്തൊരു പച്ച ആ രീതിയിലുള്ളത് എടുക്കരുത്. ഒരു മീഡിയം ലെവലുള്ളതാണ് എടുക്കേണ്ടത്. ഇനി ഒരു സൈഡ് ഒന്ന് കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും കുക്കായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇത് മറിച്ചിട്ടെടുക്കാം. അതുപോലെ തന്നെ രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും കുക്കായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. എണ്ണ ഒന്നും അധികം പിടിക്കാത്ത രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമ്മൾ ഇപ്പോൾ പൊരിച്ചെടുത്ത എണ്ണയിലേക്ക് എണ്ണ കുറച്ച് മാറ്റി വെക്കാം. അതിൽ വളരെ കുറച്ച് ഇത്രേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പിസ്തയും ബദാമാണ് എടുത്തത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ എടുക്കുന്ന സമയത്ത് ഞാനൊരു തേങ്ങയുടെ പകുതിയാണ് എടുത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്നതിൻ്റെ മുമ്പേ തന്നെ അതേ രീതിയിലേക്ക് ആവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. നമുക്ക് നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്കുള്ള ഫില്ലിങ്സൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതി. ഇനി ഇത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പഴം എടുത്തിട്ട് ഇതിന് സെൻറ്ററിലൊന്ന് ജസ്റ്റ് ഒന്ന് വരട്ടെടുക്കുക. ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇനി വേറെ കവറിങ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മുടെ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഓവർ എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പഴം പൊരിച്ച എണ്ണയിൽ തന്നെയാണ് ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.